ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 3-ാം വാരം ശനി. ഇവൻ വായിച്ചു കേൾക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. ഒരിക്കൽ ഒരു അപ്പനും മകളും കൂടി നടക്കാനിറങ്ങി. വഴിയിൽ വെച്ച് അവർക്ക് ഒരു കൊച്ചു തടിപ്പാലം കടന്നു പോകേണ്ടി വന്നു. മോളെ, അപ്പൻ്റെ കയ്യിൽ പിടിച്ചോ, അപ്പൻ പറഞ്ഞു. വേണ്ട, അപ്പൻ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മതി, എന്ത് സംഭവിച്ചാലും ആ പിടിവിടില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഇതായിരുന്നു ആ മകളുടെ മറുപടി. അപ്പൻ്റെ കൈകളിൽ താൻ ഏറ്റവും സുരക്ഷിതയാണെന്ന് കരുതിയ ആ മകളുടെ അതേ മനോഭാവമാണ് നാമും ദൈവവും തമ്മിലുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്കാവശ്യം. അപ്പൻ കൈപിടിച്ചാൽ താൻ സുരക്ഷിതയാണ് എന്ന് കരുതിയ മകളെ പോലെ നാമും നമ്മെ തന്നെ ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ പൂർണ്ണമായിട്ടൊക്കെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് ആഴമായിട്ട് വിശ്വസിക്കാനും കൂടി നമുക്ക് കഴിയണം. ഭയത്തെ അതിജീവിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടി മറുകരയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ കടലിൽ കാറ്റുണ്ടാവുന്നുണ്ട്, കോളുണ്ടാവുന്നുണ്ട്, തിരമാലകളൊക്കെ വഞ്ചിയിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ യേശു നൗകയുടെ അമരത്ത് ശാന്തമായിട്ട് അങ്ങനെ ഉറങ്ങുകയാണ്. ഇത് കണ്ട് ശിഷ്യന്മാർ അലറി വിളിക്കുന്നുണ്ട്, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം. ഉടനെ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ട് എല്ലാം ശാന്തമാക്കുന്നു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ചോദിക്കുന്നു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും ഭയത്തെക്കുറിച്ചുമാണ് യേശു ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഭയത്തെ അതിജീവിക്കുവാൻ വിശ്വാസം കൊണ്ട് നമുക്ക് കഴിയുമെന്ന് യേശു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ഈ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന 2 തരം ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നാമത്തേത് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട്, യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച മനുഷ്യർ. രണ്ടാമത്തേത് ദൈവവചനത്തെ മനസ്സിലാക്കി അല്ലെങ്കിൽ യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച ഒരു കൂട്ടം മനുഷ്യർ. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഒരാൾക്ക് മാത്രം യേശു പ്രത്യക്ഷപ്പെടുന്നില്ല, അത് പരിശുദ്ധ കന്യാമറിയമാണ്. എന്തുകൊണ്ടാണ് മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടാതിരുന്നത്? ഉത്തരം വളരെ എളുപ്പമാണ്. മറിയത്തിന് യേശുവിനെ കണ്ടുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധ മറിയം വിശ്വാസത്തോടെ ഏറ്റുപറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി. നമുക്ക് മറ്റൊരു ഉദാഹരണം ശിഷ്യന്മാരിൽ നിന്ന് കാണാൻ കഴിയും. അത് യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ആണ്. തോമസിനോട് യേശു തന്നെ പറഞ്ഞു നോക്കുന്നുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് എന്നിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കണ്ടുകൊണ്ടല്ല, യേശുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടുകൊണ്ടല്ല, മറിച്ച് വചനത്തിലൂടെ അല്ലെങ്കിൽ യേശുവിനെ മനസ്സിലാക്കി യേശുവിൻ്റെ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. 2025 നാം ഇപ്പോൾ ജീവിക്കുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം 2025 എന്നുള്ളത് മഹാജൂബിലി വർഷമാണ്. അപ്പോൾ ഈ മഹാജൂബിലിയുടെ വർഷത്തിൻ്റെ ആപ്തവാക്യം നമുക്കറിയാം, പ്രത്യാശയുടെ തീർത്ഥാടനം എന്നാണ്. നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടനം പോലെയാണ്. ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല എന്ന് ഈ ജൂബിലി വർഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ പ്രത്യാശയും വിശ്വാസവും നാം അർപ്പിക്കേണ്ടത് ക്രിസ്തുവിലാണ്. ഈ ജീവിതയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ കാറ്റുകളുണ്ടാവും, കോളുകളുണ്ടാവും, തിരമാലകളൊക്കെ ആഞ്ഞടിക്കുന്നുണ്ടാവും. പക്ഷേ ഈ യാത്രയുടെ പ്രത്യേകത എന്താണ്? അത് യേശു നമ്മുടെ നൗകയുടെ അമരത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ഈ കാറ്റുകളും കോളും ഒക്കെ ആഞ്ഞടിച്ചപ്പോൾ ഭയപ്പെട്ടു പോയത്? കാരണം കാറ്റിനെയും കോളിനെയും ശാസിക്കാൻ കഴിയുന്നവൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അനുദിന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, അസ്വസ്ഥതകളിൽ കൂടെയുള്ള കർത്താവ് കൂടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്കാവണം. യേശു നമ്മെ സുരക്ഷിതമായിട്ട് തീർച്ചയായും അക്കരെ എത്തിക്കും. ജീവിതത്തിൽ സമാധാനവും ശാന്തതയും അവിടെ നിന്ന് കൊണ്ടുവരും. അതിന് കഴിയുന്നവൻ എൻ്റെ നൗകയുടെ അമരത്ത് ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാൻ അവന് മാത്രമേ യഥാർത്ഥത്തിൽ കഴിയൂ എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകാം. ഇപ്പോൾ പൂർണ്ണമായിട്ട് ക്രിസ്തുവിൽ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്കാകണം. എല്ലാവിധ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ഭയത്തിൽ നിന്നും അവിടെ നമ്മെ കരകയറ്റും. ജീവിതം ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ സഹായിക്കും.
എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ.